ഈ പാർട്ടികളെല്ലാം കൂടി യോജിച്ച് ഈ ഈ പറയുന്ന ഏത് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ആ ഏകാധിപത്യ പ്രവണത നടത്തുന്ന ആ പാർട്ടിക്കെതിരെ ഒന്നിക്കുന്ന ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമൊന്നും അല്ലല്ലോ. 1970 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് വിരുദ്ധ കക്ഷികളെല്ലാം ഒരുമിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ജനതാ പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയിൽ ജനസംഘം ഉണ്ടായിരുന്നല്ലോ, ഇവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നു, അക്കാലത്തെ മറ്റെല്ലാ പാർട്ടികളും ഉണ്ടായിരുന്നു. ആ പാർട്ടികളെല്ലാം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നല്ലോ ജനസംഘം. അന്നില്ലാത്ത ഒരു നന്മ, അന്ന് ആ ഏകകക്ഷി ഭരണം, അതായത് കോൺഗ്രസിന്റെ കുത്തക തകർക്കാനും കോൺഗ്രസിന്റെ ഏകാധിപത്യ പ്രവണതകൾ തകർക്കാനും രാജ്യത്തെ ജനാധിപത്യം നിലനിർത്താനും അതുപോലെ രാജ്യത്തിന്റെ നന്മ ലക്ഷ്യമാക്കി ഭരണഘടന സംരക്ഷിക്കാനും എല്ലാം കൂടി ഇത് ആവശ്യമാണെന്ന് തോന്നിയത് അന്ന് ബി വാജ്പേയിക്കും അതുപോലെ തന്നെ BJP-യിലെ സമന്വിതരായ നേതാക്കൾക്കെല്ലാം തോന്നിയല്ലോ. ഇപ്പൊ പക്ഷേ സ്വന്തം ഭരണം നിലനിൽക്കുമ്പോൾ മോദി എന്ന് പറയുന്ന, നരേന്ദ്രമോദി എന്ന് പറയുന്ന, അമിത്ഷാ എന്ന് പറയുന്ന രാജ്യത്തെ ഒരളവിൽ 300 ചില്ലാനും സീറ്റുകളുടെ ബലത്തിൽ എല്ലാം അടക്കി ഭരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 26 കക്ഷികൾ ചേർന്ന് ഏതാണ്ട് 77ന്റെ ഒരു തനിയാവർത്തനം എന്ന രീതിയിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി BJP-ക്കെതിരെ ഒരു മുന്നണി സംവിധാനം, ഒരു എന്താ പറയാ ഫലപ്രദമായ ഒരു സമരമുഖം തുറക്കുമ്പോ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിനുള്ള വേദി ഒരുങ്ങുമ്പോ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഇതെല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ്. ആ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാം, അവർക്ക് പ്രത്യയശാസ്ത്രപരമായ ഏകോപനം ഉണ്ടായി എന്ന് വരില്ല, അവർ ഭിന്ന താല്പര്യങ്ങളുടെ കാര്യത്തിലായിരിക്കാം. CPM-ഉം CPI-യും പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങളായിരിക്കില്ല സമാജ്വാദി പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിനും ഉണ്ടാവുക, DMK-ക്കും ഉണ്ടാവുക. പക്ഷെ അവരെല്ലാം ഒരു മിനിമം കാര്യത്തിൽ യോജിക്കുന്നു. കാരണം രാജ്യത്തൊരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം എന്ന് പറയുന്നത് BJP സർക്കാരിനെ താഴെ ഇറക്കി കുറെ കൂടി ജനാഭിമുഖ്യമുള്ള, ജനാധിപത്യ ബോധമുള്ള, മൂല്യബോധമുള്ള, അതുപോലെ മീഡിയയുടെ സ്വാതന്ത്ര്യം, വിയോജിക്കാനുള്ള അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം, വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാക്കി അതിനെ മാറ്റാൻ പ്രതിപക്ഷ കക്ഷികൾ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നതിൽ എന്താ തെറ്റ്? അതിനോട് എന്തിനാണ് ശ്രീ നരേന്ദ്രമോദി ഇത്രമേൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്? ശ്രീ പ്രിന്റു നേരത്തെ പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ ഭൂരിപക്ഷം കൂടെയുള്ളൂ. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം, സംഭവിക്കില്ല എന്നൊന്നും നമ്മൾ പറയണ്ട. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് BJP കരുതുകയും ഒരളവിൽ ഈ എന്താ പറയാ നാഷണൽ മീഡിയകളെല്ലാം അത് ഏറ്റുപാടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് കോൺഗ്രസിനോ അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികൾക്കോ, നിലവിലുള്ള സമാജ്വാദി പാർട്ടിക്കോ അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിക്കോ ലല്ലുവിന്റെ പാർട്ടിക്കോ മമതാ ബാനർജിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാലിനോ കേരളത്തിൽ ഒന്നും CPI-ക്കോ CPM-നോ ഒന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നുകൊണ്ട് BJP-ക്കെതിരെ പോരാടാനുള്ള ശേഷിയില്ലാതിരിക്കെ അവരൊരു മുന്നണി ഉണ്ടാക്കുന്നതിനെ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? എനിക്ക് തോന്നുന്നു ചെറിയൊരു ഭയം ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ പറയുന്ന ലാഘവത്തിൽ ഈ മുന്നണിയെ നേരിടാൻ കഴിയുമെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. കാരണം BJP-ക്ക് ഹാർട്ട് ലാൻഡിൽ ഇപ്പൊ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും വിജയം അവർക്ക് കുറച്ച് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അജിംസെ അത്രയൊന്നും അടഞ്ഞ സാധ്യതയല്ല ഈ മുന്നണിക്ക് ഉള്ളതെന്ന് കൂടി നമ്മൾ പരിഗണിക്കണം. ദക്ഷിണേന്ത്യയിലേക്ക് വരൂ. കേരളത്തിൽ BJP-ക്ക് എന്താ സാധ്യതയുള്ളത്? തമിഴ്നാട്ടിൽ എന്താ സാധ്യതയുള്ളത്? കർണാടകത്തിൽ കഴിഞ്ഞ തവണയുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാവുമോ? തെലുങ്കാനയിൽ ഉണ്ടാവുമോ? ബംഗാളിൽ കോൺഗ്രസും CPM-ഉം കൂടി തൃണമൂലിന്റെ കൂടെ കൂടിയാൽ, അതുപോലെ ബീഹാറിൽ ഈ 3 കക്ഷികള് നിതീഷിന്റെ പാർട്ടിയും ലാലുവിന്റെ പാർട്ടിയും ഒപ്പം കോൺഗ്രസും ഇടതുകക്ഷികളും കൂടെ യോജിച്ചാൽ കഴിഞ്ഞ തവണ ആവർത്തിച്ച ആ സ്വീപ്പിംഗ് വിക്ടറി ആവർത്തിക്കാൻ BJP-ക്ക് കഴിയൂ? ഈവൻ കോൺഗ്രസും അതുപോലുള്ള മറ്റു കക്ഷികളെല്ലാം കൂടി ഏക മനസ്സോടെ UP-യിൽ മത്സരിച്ചാൽ കഴിഞ്ഞ തവണത്തെ പോലെ വാഷ് ഔട്ട് ആവൂ? ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോഴും അവരുടെ വോട്ട് ബാങ്കിൽ BJP കരുതുന്ന പോലെ, പലരും കരുതുന്ന പോലെ അതിഭീകരമായ ഒരു ചോർച്ച സംഭവിച്ചിട്ടില്ല. 40% വോട്ട് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ കോൺഗ്രസിന് ഉണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടുത്തെ പ്രാദേശിക കക്ഷികളും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് സ്വാധീനമുള്ള ദേശീയ കക്ഷികളുടെ അവിടുത്തെ ശാഖകളും എല്ലാവരും കൂടെ ഒരുമിച്ച് മത്സരിച്ചാൽ ഒരുപക്ഷെ ഈ പറയുന്ന ഒരു ഏകപക്ഷീയമായ വിജയം BJP-ക്ക് എടുക്കാൻ പറ്റും. ഡൽഹിയില് കഴിഞ്ഞ തവണ കിട്ടിയ 7 സീറ്റ് AAP-യും കോൺഗ്രസും തമ്മിൽ യോജിച്ചാൽ ഉണ്ടാവും. പഞ്ചാബില് ഒരു സ്വീപ്പിംഗ് വിക്ടറിക്ക് സാധ്യതയുണ്ടോ? ഹിമാചൽ പ്രദേശ് ഓൾറെഡി തന്നെ കോൺഗ്രസ് ഭരിക്കുന്നു. അപ്പോ ഒരുപക്ഷെ ഗുജറാത്തിലും ഈ പറഞ്ഞ ചില സംസ്ഥാനങ്ങളിലൊക്കെ BJP-ക്ക് കൺവിൻസിംഗ് വിക്ടറി ഉണ്ടായേക്കാം. പക്ഷെ എല്ലാ സംസ്ഥാനങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ്. ഈ പറഞ്ഞ രാമൻ ഫാക്ടറി, രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ
രാമൻ ഇഫക്റ്റിന്റെ പേരിൽ ഇന്ത്യ മുഴുവൻ അങ്ങോട്ട് ഏകപക്ഷീയമായിട്ട് ജയിക്കാമെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഫലപ്രാപ്തിയിൽ എത്തും എന്ന് കരുതാൻ ഈ 26 കക്ഷികൾ ഒന്നിച്ചു നിന്ന് പോരാടിയാൽ, ഏകമനസ്സോടെ പോരാടിയാൽ, വിട്ടുവീഴ്ചയ്ക്കും ത്യാഗത്തിനും ഒരു 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 വലിയ ലക്ഷ്യത്തിനും വേണ്ടി അവര് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നേറിയാൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും വലിയ ഒരു വിജയം, അല്ലെങ്കിൽ അത്രത്തോളം അനായാസമാകില്ല BJP യുടെ വിജയം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ്